അമേരിക്കയും ഇസ്രയേലിനെയും യുദ്ധത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ യമൻ. ഹൂതിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സാൽവേഷൻ ഗവൺമെന്റിന്റെ മീഡിയ ആൻഡ് കൾച്ചർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ സെയ്ദ് അൽ ഗർസി ശത്രുക്കളുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാണെന്നും പ്രസ്താവനയിലൂടെ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, യമൻ ജനത രാജ്യത്തിന്റെ ശത്രുക്കളുമായി പൊരുതാൻ തയ്യാറാണ്. ഇസ്രയേലിനെയും അതുപോലെ അമേരിക്ക ഇസ്രയേലിലേക്ക് വിന്യസിക്കുന്ന ആയുധങ്ങളെ നേരിടുവാനും ഇസ്രയേലിന്റെ അന്ത്യവും കഴിഞ്ഞ 20 വർഷത്തെ യമന്റെ ആഗ്രഹമാണെന്നും അൽ ഗർസി തുറന്നു പറയുകയുണ്ടായി. കൂടാതെ യമൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരാനിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളോടും പൊരുതാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും അവസാനിച്ചുവെന്നും അൽ ഗർസി എടുത്തു പറയുകയുണ്ടായി. പാലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് യമനെ തടയാൻ ഇസ്രയേലിന് കഴിയുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ അവരുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണത്. ആയുധങ്ങളൊന്നും കൈവശമില്ലാതെ ശത്രുക്കളെ വെറും കൈകൊണ്ട് നേരിടേണ്ട സാഹചര്യം യമനികൾക്ക് വന്നാലും ഞങ്ങൾ അവരെ ചാരമാക്കുമെന്നാണ് വക്താവ് വെളിപ്പെടുത്തുന്നത്. ഇവ കൂടാതെ ഹൂതികൾക്കെതിരെ കൂലിപ്പടയാളികളെ സ്പോൺസർ ചെയ്യുകയും യമനിലെ സിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമാക്കിയും തങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയുള്ളൂ എന്നതും യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 9 വർഷമായി അവർ പരാജയപ്പെടുകയാണെന്നും അൽ ഗർസി വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ ഗർസി പരാമർശം നടത്തിയത് അടുത്ത ആഴ്ചയിൽ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ വൻ മിസൈലാക്രമണം നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ഒക്ടോബറിൽ അമേരിക്ക ഇസ്രയേലിന് ഒരു താഡ് ബാറ്ററി വിന്യസിച്ചിരുന്നു. പക്ഷേ അത് ഫലവത്തായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഹൂതികൾക്ക് അയച്ച ഒരു മിസൈൽ തടസ്സപ്പെടുത്താൻ അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം വന്ന പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ സെറ്റിൽമെന്റിൽ നടന്ന ഹൂതി മിസൈൽ ആക്രമണത്തിൽ ദശലക്ഷക്കണക്കിന് ഇസ്രയേലികൾ രാത്രിയോടെ പ്രദേശത്തു നിന്ന് പലായനം ചെയ്യുകയുണ്ടായി. അഭയ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാമധ്യേ 12 പേർക്ക് പരിക്കേറ്റിരുന്നതായും ഇസ്രയേലിന്റെ ദേശീയ എമർജൻസി സർവീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച യമൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇസ്രയേൽ നടത്തിയ വൻ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു കിഴക്കൻ ടെൽ അവീവിലെ ഒരു പവർ സ്റ്റേഷനിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചും ആക്രമണം നടത്തിയതായി ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഒരു ഓപ്പറേഷന്റെ ഭാഗമായി സൈനിക സെറ്റ് ലക്ഷ്യമിട്ട് ഡ്രോൺ വിക്ഷേപിച്ചതായി സാരി അറിയിക്കുകയും ചെയ്തിരുന്നു. വക്താവ് വെളിപ്പെടുത്തിയത് ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്തവരെ ഹൂതികളുടെ ആക്രമണം തുടരുമെന്നായിരുന്നു. ഹൂതികൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാങ്കേതികപരമായി പുരോഗമിച്ചവർ കൂടിയാണ്. അവരെ ഒരിക്കലും കുറച്ച് വിലയിരുത്തരുത്. മുൻ ഇസ്രയേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗം യോയൽ ഗുസാൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞ വാക്കുകളാണിത്. മാത്രമല്ല, ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഹൂതികളെ നേരിടുമ്പോൾ അവരെ അത്ര പെട്ടെന്ന് ഇല്ലാതാക്കുകയെന്നത് ഒരിക്കലും സാധ്യമല്ലെന്നും വ്യോമാക്രമണങ്ങൾ വളരെ ചെലവേറിയതും അവയുടെ ഫലപ്രാപ്തി വളരെ പരിമിതമാണെന്നും ഇസ്രയേലിന്റെ പരിമിതമായ ഇന്റലിജൻസ് ബുദ്ധിമുട്ടുകൾ കാര്യമായി വർദ്ധിപ്പിക്കുമെന്നും ഇസ്രയേലി പ്രതിരോധ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ഇയാൻ പിങ്കോ വെളിപ്പെടുത്തുകയുണ്ടായി. ഹൂതികളുമായി കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങൾ ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. ആക്രമണങ്ങൾ എല്ലാം തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കാര്യമായി ഇടിവുണ്ടാക്കുകയും ചെയ്തു. രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിമാനങ്ങൾ വിദേശ വിമാന കമ്പനികൾ റദ്ദാക്കുകയും ചെയ്തു. ഇസ്രയേൽ സൈന്യത്തിന്റെ ഭാഗിക ഉപരോധത്താൽ ഐല തുറമുഖവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്.